ചായപ്പൊടിയുടെ ഡയറി. എറണാകുളത്തൊരു ചെറിയ ചേരിയിലായിരുന്നു സീത താമസിച്ചിരുന്നത്. അച്ഛൻ ഓട്ടോ ഡ്രൈവർ, അമ്മ വീടുകളിൽ വീട്ടുജോലികൾ ചെയ്യാൻ പോകും. വീട്ടിൽ സീതയും 3 അനുജന്മാരും. സീതയുടെ ആഗ്രഹം ടീച്ചറാകണമെന്നാണ്. പക്ഷേ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ പോലും അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് അവൾ എഴുന്നേൽക്കും. ചായ ഉണ്ടാക്കി അവൾ അച്ഛന് കൊടുക്കും. അവൾക്കറിയാവുന്ന രീതിയിൽ അവൾ ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ അനുജന്മാരെ കുളിപ്പിച്ച് സ്കൂളിൽ വിടും. എല്ലാ കാര്യത്തിലും നല്ല അടുക്കും ചിട്ടയും ഉള്ളവൾ. പിന്നെ അവളും സ്കൂളിലേക്ക് ഓടും. ക്ലാസ്സിൽ അവൾ എപ്പോഴും ഒന്നാമതായിരുന്നു. പക്ഷേ പുസ്തകം വാങ്ങാൻ കാശില്ല. ടീച്ചർ പറഞ്ഞു തരുന്ന എല്ലാം അവൾ ഒരു നോട്ട്ബുക്കിൽ എഴുതും. ആ നോട്ട്ബുക്കിൻ്റെ കവർ ചായപ്പൊടിയുടെ കവറായിരുന്നു. 10th റിസൾട്ട് വന്നു. സീതയ്ക്കായിരുന്നു സ്കൂളിൽ ഫസ്റ്റ്. പക്ഷേ +2 പഠിക്കുവാൻ അവൾക്ക് കാശില്ല. അച്ഛൻ തല താഴ്ത്തി പറഞ്ഞു, മോളെ, അടുത്ത വർഷം നമുക്ക് +2 പഠിക്കാം. അന്ന് രാത്രി സീത ഒരു ദൃഢപ്രതിജ്ഞ ചെയ്തു. അവൾ ചായപ്പൊടിയുടെ ഡയറി എടുത്ത് അവസാന പേജിൽ ഇങ്ങനെ എഴുതി: ഞാൻ ഒരിക്കലും തോൽക്കില്ല. പിറ്റേന്ന് അവൾ അടുത്തുള്ള ഒരു ട്യൂഷൻ സെൻറ്ററിൽ പോയി. ടീച്ചർ, ഞാൻ സൗജന്യമായി ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പകരം എന്നെ ഇവിടെ ഇരുന്ന് പഠിക്കുവാൻ അനുവദിക്കാമോ? ടീച്ചർ സമ്മതിച്ചു. 2 വർഷം പകൽ പഠനം, വൈകുന്നേരം ട്യൂഷൻ, രാത്രി വീട്ടിൽ അനുജന്മാരെ പഠിപ്പിക്കും. അങ്ങനെ സീതയ്ക്ക് +2-ന് ഫുൾ A+ കിട്ടി. പിന്നെ അവൾ B.Ed പഠിച്ചു. B.Ed റിസൾട്ട് വന്നു. സീതയ്ക്ക് ജില്ലയിൽ ഫസ്റ്റ് റാങ്ക്. ഇന്ന് ആ ചേരിയിലെ തന്നെ സർക്കാർ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുന്നു. അവളുടെ ക്ലാസ്സിലെ ബെഞ്ചിൽ എപ്പോഴും ഒരു ചായപ്പൊടിയുടെ ഡയറിയുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് അവൾ അത് പഠിക്കുവാൻ കൊടുക്കും. ഒരു കുട്ടി ചോദിച്ചു, ടീച്ചർ, ഇത് എന്താണ്? സീത ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ജീവനാണ് മോനെ. എൻ്റെ ജീവിതം ഓർക്കുവാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. സ്വപ്നം വലുതാണെങ്കിൽ പോക്കറ്റ് ചെറുതായാലും കുഴപ്പമില്ലെന്നേ. കഥയുടെ സാരം: പാവപ്പെട്ടതുകൊണ്ട് സ്വപ്നങ്ങൾക്ക് വില കുറയുകയില്ല. സ്ഥിരോത്സാഹം ഉണ്ടെങ്കിൽ ഒരു ചായപ്പൊടിയുടെ കവറിൽ പോലും ഭാവി എഴുതാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അടുത്ത കഥയുമായി അടുത്ത തിങ്കളാഴ്ച കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക.